നമസ്കാരം. അപ്പോൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ ഒരു കുക്കിംഗ് ചാനലായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ചാനലിൽ നമ്മളൊരു പേര് നിശ്ചയിച്ചിട്ടുണ്ട്. മിസ്റ്റർ കല്യാണരാമൻ എന്നാണ് നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഇടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഞാൻ കാറ്ററിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെ പലരും അങ്ങനെ കല്യാണരാമൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ ഒരു പേര് നിശ്ചയിച്ചത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു സ്പെഷ്യൽ പായസമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് നമ്മളൊരു ഇളനീർ പായസമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഇളനീർ പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് 4 ഇളനീരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിലുള്ളത്, വളരെ നൈസായിട്ടുള്ളത്. കണ്ടോ, നമ്മളിങ്ങനത്തെ ഒരു ഇളനീരാണ് 4 എടുത്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ നമ്മൾ 2 നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 നമ്മളൊരു ജ്യൂസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾക്ക് ശർക്കര എടുത്ത് വെച്ചാൽ നമുക്കൊരു 500 ഗ്രാം ശർക്കര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മിൽമ പാലാണ്, അത് പശുവും പാല്. നമ്മൾ 2 പാൽ ഉപയോഗിച്ചാണ് നമ്മുടെ പായസം ചെയ്യാൻ പോണത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് നാളികേരപ്പാലാണ്. 3 തേങ്ങ, അതായത് 3 മുറി നാളികേരത്തിന്റെ പാലാണ് നമ്മൾ ഫസ്റ്റ് പാൽ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ പാൽ ഉപയോഗിച്ച് മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ പൂവപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. നമ്മളിവിടെ മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മൾക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഒരു എന്താ പറയുക, ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കണം കേട്ടോ. ആദ്യം നമ്മൾ ശർക്കര നീരാണ് ഒഴിക്കുന്നത്. നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഈ പായസം ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോ നമ്മളൊരു പാല് നമ്മൾ ഇതിലേക്ക് പകർത്തിയിട്ട് നമ്മളൊരു 100 ഗ്രാം പൂവപ്പൊടി കലക്കിയിട്ട് നമ്മൾക്ക് ശർക്കര ലായനിയിൽ ആഡ് ചെയ്യണം. 100 ഗ്രാം എടുത്താൽ മതി. നമ്മൾ ആദ്യം 100 ഗ്രാം പൂവപ്പൊടി നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് ശർക്കര നമുക്ക് തിളച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കൂവപ്പൊടി കലക്കിയാൽ നമ്മൾ ഇതിൽ ഒഴിക്കുകയാണ്. നമ്മൾ പശുവും പാലിലാട്ടോ നമ്മളിത് കലക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ പാലില് മാത്രമല്ല, നമുക്ക് തേങ്ങാപ്പാല് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളത് പശുവും പാലും എടുത്തിട്ടുണ്ട്, നമ്മള് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കിയത് പെട്ടെന്ന് കുറുകും. നമുക്ക് ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇടണം. ഇതിപ്പോൾ നമുക്ക് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്യാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പൂപ്പൊടിയായ കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് അടിയിൽ പിടിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് പാല് ആഡ് ചെയ്ത് നമുക്ക് വരാം. ഇനിയിപ്പോൾ അഥവാ നമുക്കിത് ലൂസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പൂവപ്പൊടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു 2.5 ലിറ്റർ പായസമാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിക്കാൻ പോണത്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ അധികം നേരം നമ്മൾ ഇളക്കില്ല, കാരണം ചൂടാവാൻ പാടില്ല. അധികം നേരം ചൂടായി കഴിഞ്ഞാൽ എണ്ണ മെഴുക്ക് പോലെ നമുക്കിത് പൊന്തി വരും. അപ്പൊ നമുക്കത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇളനീരിട്ടു. നമ്മളിനി ജ്യൂസാക്കി വെച്ചിട്ടുള്ളത് ഇളനീരുണ്ട്. അത് നമ്മൾ ഫ്ലേവർ കൂടുതൽ കിട്ടാനായിട്ടാട്ടോ. ഇളനീരിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ഇതിൽ കറക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ആ ജ്യൂസ് അടിച്ച് നമ്മൾ ചെയ്യണം.
അതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരെ നമുക്ക് സംഭവം ഓഫ് ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് താളിച്ചിടാം. നെയ്യ് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് നമുക്ക് താളിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗി കിട്ടും. അത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തന്നെ മതി. നമുക്കിപ്പോ ഒരു കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവും പായസം. നമ്മളൊരു 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് നമ്മളിവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ നമ്മൾ ചേർക്കുന്നത്. നമ്മളിത് തണുപ്പിച്ച് കഴിക്കുന്നതായ കാരണം മിൽക്ക് മെയ്ഡ് നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മളിവിടെ പായസം നമുക്ക് റെഡിയായി. മാക്സിമം നമുക്കൊരു 30-35 മിനിറ്റ് മതി നമുക്ക് ഈ പായസം തയ്യാറാക്കാനായിട്ട്. നമ്മളിവിടെ ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. നമുക്ക് കറക്റ്റ് നമ്മളിങ്ങനെ തണുപ്പിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ നമ്മുടെ ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു പുതിയ വിഭവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ അതുവരേക്കും ബൈ.